ദേവൻ അരിശത്തിൽ ഷാറ്റയ്ക്ക് നേരെ നോക്കി പറഞ്ഞു, കോൾ ഹെർ. ഷാറ്റയൊന്ന് ഞെട്ടി. ശേഷം തിരിഞ്ഞു പോകുന്ന ഗൗരിയെ വിളിച്ചു, ഗൗരി. ഗൗരി ഒന്ന് ഞെട്ടി തിരിഞ്ഞുകൊണ്ട് അവിടെ നിന്നു. ഈശ്വര, തീർന്നു, ഇനി രക്ഷയില്ല. അവൾ ഉമിനീരിറക്കി. ഇതേ സമയം തൊലി ഉരിഞ്ഞ അവസ്ഥയിലായിരുന്നു കീർത്തി. എൻ്റെ ഈശ്വര, ഏത് നേരത്താണാവോ എനിക്ക് ഇങ്ങേർക്ക് വെള്ളം കൊടുക്കാൻ തോന്നിയത്. കീർത്തി ആ സംഭവം നടക്കുമ്പോൾ ഒന്ന് ആശ്വസിച്ചു, തന്നിലിനി കുഴപ്പമുണ്ടാവില്ല എന്ന്. അല്പനേരമായിട്ടും ഗൗരി തിരിഞ്ഞു നോക്കിയില്ല. ഷാറ്റയ്ക്ക് ഭയം നിഴലിച്ചു. എൻ്റെ ഈശ്വര, ഈ ഡീല് ഈ പെണ്ണ് കാരണം പോകുമോ? അല്ലെങ്കിൽ ഡീല് പോയ മട്ടാണുള്ളത്. ഇനി ഇതും കൂടെ ആയാൽ തീർന്നു. ഗൗരി. ഷാറ്റ വീണ്ടും വിളറിയ ചിരിയോടെ ദേവനെ നോക്കിക്കൊണ്ട് ഗൗരിയെ വിളിച്ചു. ഗൗരി പതിയെ തിരിഞ്ഞു. അവളുടെ തല താഴ്ന്നിരുന്നു. ദേവന്റെ കണ്ണുകൾക്ക് അത് വിശ്വസിക്കാനായില്ല. അവൻ്റെ ഹൃദയമിടിപ്പ് അവന് കേൾക്കാൻ പാകത്തിന് ഉയർന്നിരുന്നു. ഷാറ്റ അവളുടെ അടുത്തേക്ക് ചെന്നു. എൻ്റെ കുട്ടി, ഒന്ന് അങ്ങോട്ടേക്ക് വാ. താൻ എൻ്റെ പണി കളയുമോ? ഷാറ്റ ഭയത്തോടെ ചോദിച്ചു. പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ഓണർ വിനയ് വന്നത്. ദേവന്റെ ഡ്രസ്സിൽ കൂൾ ഡ്രിങ്ക്സ് പോയി എന്ന് ഒറ്റ നോട്ടത്തിൽ വിനയിന് മനസ്സിലായി. എല്ലാവരുടെയും നോട്ടം ഗൗരി ആയതുകൊണ്ട് വിനയ് അതിന് കാരണം ഗൗരിയാണെന്ന് വിചാരിച്ചു. സാർ, ഇത്. വിനയ് അടുത്തേക്ക് വന്ന് ദേവന്റെ വസ്ത്രത്തിലേക്ക് അടിമുടി നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇങ്ങനെയാണോ നിങ്ങളുടെ സ്റ്റാഫുകൾ പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾ പറഞ്ഞത്? ദേവൻ ഗൗരിയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാതെ കീർത്തിയെ ചൂണ്ടി പറഞ്ഞു. എന്നാൽ വിനയ് ദേവന്റെ നോട്ടം മാത്രമാണ് ശ്രദ്ധിച്ചത്. തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഡീലാണ് ഈ പെണ്ണ് കാരണം കൈവിട്ടു പോകുന്നത് എന്ന് മനസ്സിൽ തോന്നിയ വിനയ് ഗൗരിക്ക് നേരെ ചെന്നു. വിനയ് തൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഭയന്ന് കീർത്തിയുടെ തല താഴ്ന്നു. അധികം കഴിഞ്ഞിട്ടും വിനയ് എത്താതെ ആയപ്പോൾ തല ഉയർത്തി നോക്കിയ കീർത്തി വിനയ് ഗൗരിയെ ലക്ഷ്യമാക്കി പോകുന്നത് കണ്ടു. ഇതേ സമയം ദേവന്റെ ഹൃദയം സന്തോഷം കൊണ്ടും അവളോടുള്ള പ്രണയം കൊണ്ടും വീർപ്പ് മുട്ടി തുടങ്ങി. വിനയ് പെട്ടെന്ന് ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് ഉച്ചത്തിൽ അവളെ വഴക്ക് പറഞ്ഞു. തൻ്റെ ഈ ഡീല് നഷ്ടമാകുമെന്ന് ഭയന്ന് അദ്ദേഹം അവളെ അടിക്കാനായി കൈ ഉയർത്തി. മറ്റൊരു കൈ വന്ന് വിനയിൻ്റെ കൈകളെ തടഞ്ഞു വെച്ചു. നിനക്ക് അത്രയ്ക്കും ധൈര്യമുണ്ടോ ഇവളെ അടിക്കാൻ മാത്രം? പിന്നിൽ നിന്നും ദേവന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. എന്നാൽ കൈകൾ പിടിച്ചത് ഫിറോസ് ആയിരുന്നു. സാർ, ഇതിൽ ഈ കുട്ടിയെ ഇങ്ങനെ ശിക്ഷിച്ചാൽ പോരാ. ഞങ്ങൾ ഇന്ന് തന്നെ ജോലിയിൽ നിന്നും പറഞ്ഞു വിട്ടേക്കാം. വിനയ് തൻ്റെ ഡീല് നഷ്ടമാവാതിരിക്കാൻ പറഞ്ഞു. ഇവളെ നിങ്ങൾ പറഞ്ഞു വിടണ്ട, ഞാൻ തന്നെ കൊണ്ടുപോവാണ്. ദേവന്റെ വാക്കുകൾ കേട്ട് അവൾ തലയുയർത്തി നിറകണ്ണുകളോടെ ദേവനെ നോക്കി. സാർ, നിങ്ങൾ ഈ കുട്ടിയെ? വിനയ് മനസ്സിലാവാതെ ചോദിച്ചു. ഷീ ഈസ് മൈ വൈഫ്, ദേവൻ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇവിടെ നിന്ന് എല്ലാവരും ഇത് കേട്ടതും പരസ്പരം നോക്കി. സാർ, വിനയ് വിളിച്ചു. യെസ്, അവൾ എൻ്റെ ഭാര്യയാണ്. കൂടുതൽ നിങ്ങൾ അറിയണ്ട, ദേവൻ പറഞ്ഞു. അല്പം നേരം കഴിഞ്ഞ് അതൊരു വിശാലമായ ഏരിയയായിരുന്നു. ഒരാളുടെയും ബഹളങ്ങളില്ലാത്ത ഒരു സ്ഥലത്ത് അവിടെ ഇരുവശങ്ങളിലായി ദേവനും ഗൗരിയും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നു. നൃത്തം തുടങ്ങിയിട്ട് 2 മണിക്കൂറിൽ കൂടുതലായി. അതിന് അവസാനം എന്നതുപോലെ ദേവൻ തുടങ്ങി. ഗൗരി. അവൾ അവനെ ഒന്ന് നോക്കി. നീ ഓക്കെ അല്ലേ? ദേവൻ ചോദിച്ചു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. എന്തിനാ നീ എന്നോടൊരു വാക്കുപോലും പറയാതെ? അത് പറഞ്ഞു തീരും മുന്നേ ദേവന്റെ തൊണ്ടയൊന്ന് ഇടറി. നിറഞ്ഞ മിഴികൾ വലിച്ചു തുറന്ന് ഗൗരി അവനെ നോക്കി. സത്യത്തിൽ നിങ്ങൾക്കല്ലേ എന്നെ മടുത്തത്? അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ദേവൻ ഗൗരിയെ സംശയത്തിൽ നോക്കി. എനിക്കോ? അതെ, എൻ്റെ ചെറിയ തമാശകൾ പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ആ മാൻഷനിൽ വെച്ച് നിങ്ങളുമായി കാണാതെയും മിണ്ടാതെയും നടന്നത്. വെറും തമാശയ്ക്ക് മാത്രമായിരുന്നു. നീ അപ്പോൾ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല അല്ലേ ഗൗരി? അവളൊന്നും മിണ്ടിയില്ല. ഇപ്പോൾ നീ എവിടെയാണ് എന്നൊന്നും എനിക്കറിയില്ല. നീ എൻ്റെ കൂടെ ജീവിക്കുന്നതിലും ഹാപ്പി ആയിട്ടാണോ അവിടെ? ദേവൻ ചോദിച്ചു. നിങ്ങളില്ലാത്ത ലോകം എനിക്കെന്നും ശൂന്യത മാത്രമാണ്, ഒരു വിങ്ങലോടെ അവൾ പറഞ്ഞു. എന്നാ എൻ്റെ കൂടെ വന്നൂടെ? ദേവൻ ചോദിച്ചു. പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. നോക്ക് ഗൗരി, നീയില്ലാതെ ഞാനും പൂർണ്ണതയിലെത്തില്ല, ദേവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അറിയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ദേവൻ ചെറുചിരിയോടെ അവൻ്റെ കൈകൾ കൊണ്ട് അവളെ മുറുകെ പുലർന്നു. ഗൗരി, നീ എൻ്റെയാണ്, എൻ്റെ മാത്രം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ നിറഞ്ഞ കണ്ണുകളോടെ ഹൃദയം നിറഞ്ഞ ചിരി അവനെ സമ്മാനിച്ചു. എങ്കിൽ പിന്നെ നിതാര എന്ത് ചെയ്യും? അവളെയും ഞാൻ കൂടെ കൂട്ടും. ഗൗരി ഒന്ന് അത്ഭുതപ്പെട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു? എൻ്റെ ഗൗരി, നീ അയക്കുന്ന മെസ്സേജ്, നിൻ്റെ കോളും ഇതെല്ലാം എൻ്റെ ശരീരം ആസ്വദിക്കും മുന്നേ മനസ്സ് ആസ്വദിക്കും.
അവൻ പറഞ്ഞു. നിതാര അവളുടെ ഫേക്ക് അക്കൗണ്ട് ആണ് എന്ന് ദേവന് മനസ്സിലായി എന്ന് അവൾക്ക് മനസ്സിലായി. അല്പനേരം അവൾ ദേവന്റെ നെഞ്ചോട് ചേർന്ന് കിടന്നു. ദേവൻ പതിയെ അവളുടെ തലയൊന്ന് ഉയർത്തി. അവളുടെ ഇളം പിങ്ക് കളറിലുള്ള ചുണ്ടുകൾ ദേവന്റെ നോട്ടം പതിഞ്ഞു. ദേവൻ അവളുടെ ചുണ്ടുകളെ ഞൊടിയിടയിൽ സ്വന്തമാക്കി. അവൾ അറിയാതെ തന്നെ കണ്ണുകൾ അടച്ചുപോയി. കുറച്ചു നേരം ദേവൻ അവളുടെ ചുണ്ടുകൾ നുണഞ്ഞുകൊണ്ടിരുന്നു. പിന്നീട് പിടിവിട്ടപ്പോൾ അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞതായും അവളുടെ ശ്വാസം വ്യക്തത്തിലായതും ദേവൻ ശ്രദ്ധിച്ചു. നോക്ക്, ഇങ്ങനെയൊരു ചുംബനത്തിൽ ഒതുക്കി മരണം വരെ പോയാൽ മതിയോ? ദേവൻ ചെറിയ പുഞ്ചിരിയിൽ ചോദിച്ചു. അവളുടെ കവിളുകൾ ബ്ലഷ് ഇട്ടതുപോലെ ചുവന്നു. ഗൗരി. അവൾ തലയുയർത്തി ദേവനെ നോക്കി. ഐ ലവ് യു. ദേവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഇതേ സമയം വീട്ടിൽ ഗൗരി വരുന്ന സമയം കഴിഞ്ഞിട്ടും അവളെ കാണാത്ത ഭയത്തിലും വിഷമത്തിലും ഇരിക്കുകയായിരുന്നു അമൻ. ഉമ്മറത്തെ വാതിലിനടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ പാഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം അവളെ കണ്ട സന്തോഷം എങ്ങനെ അറിയിക്കണമെന്ന് ദേവന് അറിയില്ലായിരുന്നു. അവൾക്ക് വേണ്ടതും വേണ്ടാത്തതുമായ പലതരം വിഭവങ്ങൾ ദേവൻ അവൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടി. പക്ഷേ അവൾക്കിടയ്ക്ക് വാച്ചിലേക്ക് നോക്കുന്നത് ദേവൻ ശ്രദ്ധിച്ചു. എന്താടോ, എന്ത് പറ്റി? ഞാൻ കുറച്ചു നേരമായി തന്നെ ശ്രദ്ധിക്കുന്നു. തനിക്ക് എന്നെ കണ്ടതിൽ ഒരു സന്തോഷവും ഇല്ലേ? ദേവൻ ചോദിച്ചു. ഉണ്ട്. പിന്നെന്താ താൻ എൻ്റെ പഴയ ഗൗരി ആവാത്തത്? ദേവൻ അവളോട് ചോദിച്ചു. ഇതേ സമയം ഗൗരിയെ തേടി അവൻ അവിടെ നിന്നും അന്വേഷിച്ചിറങ്ങിയിരുന്നു. ടൗണ് മുഴുവൻ അവൻ കണ്ണോടിച്ചു. അപ്പോഴാണ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് അവൻ ഒരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. എന്നാൽ മറുപുറത്തിരിക്കുന്ന ആളെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇവൾ ആരുടെ കൂടെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? അവൻ ദേഷ്യത്തിൽ പുലമ്പി. ദേവൻ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ആളെ മനസ്സിലായില്ല. ഇവൾക്ക് പുതിയ ജീവിതം നൽകിയത് ഞാൻ, താമസിക്കാൻ ഇടം നൽകിയത് ഞാൻ, എല്ലാം ഞാനല്ലേ ചെയ്തു കൊടുത്തത്. എന്നിട്ടും എന്താ ഇവൾക്ക് എന്നോട് ഒരു കാര്യം തുറന്ന് പറയാൻ തോന്നാത്തത്? ഇവൻ ആരാണ് ശരിക്കും? എന്തു വന്നാലും വേണ്ടില്ല, അവളുമായി ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് അവൻ ഉറപ്പിച്ചു. എനിക്ക് വേണം എൻ്റെ പൂച്ചക്കുട്ടിയെ, അത്രയും ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. അവൻ അരിശത്തിൽ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തുനിഞ്ഞു. ദേവൻ ഗൗരിയുടെ മുഖത്തേക്ക് തന്നെ ഇമ വെട്ടാതെ നോക്കിയിരുന്നു. പതിയെ അവളുടെ കൈകളെ അവൻ കവർന്നെടുത്തു. നോക്ക് ഗൗരി, നീ എന്താ ഇങ്ങനെ? ഇത്ര അകലാൻ മാത്രം നമുക്കിടയിൽ എന്താ ഉണ്ടായത്? ദേവൻ ചോദിച്ചു. എനിക്ക് നിങ്ങളോട് ഇതുവരെ ഒരു ഇഷ്ടക്കുറവും ഉണ്ടായിട്ടില്ല. പോരാത്തതിന് നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രശ്നം അതല്ല. പറ, എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നം? അത് പിന്നെ എനിക്ക് പോകണം. പോകണമെന്നോ? എങ്ങോട്ട്? നിങ്ങളുടെ അടുത്ത് നിന്നും ഇറങ്ങിയപ്പോൾ എന്നെ സഹായിച്ച ഒരാളുണ്ട്, അയാളുടെ അടുത്തേക്ക്. നീ എന്തൊക്കെയാ ഗൗരി കിടന്ന് പുലമ്പുന്നത്? നിനക്ക് എന്നേക്കാൾ കൂറ് ഇന്നലെ കണ്ട ഒരുത്തനോടാണോ? അയാളോട് യാത്ര പറയാനാണ്. എന്തൊക്കെയായാലും ഇത്രയും കാലം ഒരു സഹോദരിയെ പോലെ എന്നെ സംരക്ഷിച്ചതല്ലേ? അവൾ പറഞ്ഞു. പെട്ടെന്നാണ് ഗൗരിയുടെ മുന്നിലേക്ക് വലിയൊരു മനുഷ്യൻ വന്ന് നിന്നത്. അവളുടെ കൈകൾ ദേവന്റെ കയ്യിൽ നിന്നും വിടിയിച്ചുകൊണ്ട് വലിച്ചെഴുന്നേൽപ്പിച്ചു. പെട്ടെന്നുണ്ടായ പിടിവലിയിൽ അവളുടെ കൈ നല്ലതുപോലെ വേദനിച്ചു. ആളെ കണ്ടതും ദേവന്റെ നെറ്റി ചുളിഞ്ഞു. അവൻ പുരികം ചുളിച്ചുകൊണ്ട് നോക്കി. എണീക്ക്, വാ പോകാം, അവൻ ഗൗരിയോടായി പറഞ്ഞു. ഞാൻ നിങ്ങളെ കാണാൻ ഇരിക്കുകയായിരുന്നു. എന്തിന്? അത് നടക്കില്ല ഗൗരി, നീ എൻ്റെ കൂടെ വരുന്നു. നമ്മൾ ഇപ്പോൾ തന്നെ വീട്ടിലേക്ക് പോകുന്നു. അവൻ ദേവനെ ഒന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല. ഗൗരിയോ? അധികാരത്തോടെ സംസാരിക്കുന്ന അമ്മനെ കണ്ട് ദേവന്റെ കണ്ണുകൾ കുറുകി വന്നു. ഞാനൊന്ന് പറയട്ടെ? നീ ഒന്നും പറയണ്ട. പറയാനുള്ളതെല്ലാം നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. നിന്നോട് വരാനാണ് പറഞ്ഞത്, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ നടക്കാനാഞ്ഞു. ഹൗ ഡയർ യു? നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടാണ് എൻ്റെ പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്നത്? ദേവൻ ദേഷ്യത്തിൽ ചോദിച്ചു. അവൻ ദേവന്റെ മുഖത്തേക്ക് നോക്കാതെ തന്നെ പറഞ്ഞു. നോക്കു ബ്രോ, ആർക്കും വേണ്ടാതെ വഴിയിലായ ഇവളെ നല്ലൊരു ജീവിതം കൊടുത്തുകൊണ്ട് വന്നത് ഞാനാണ്. അതുകൊണ്ട് ഇനി ആരും ഇവളിൽ അവകാശം പറഞ്ഞു വരണ്ട. ഗൗരി ഞെട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അമൻ! പരിചയമുള്ളൊരു വിളിയായി അവന് തോന്നി. അമൻ ദേവന്റെ മുഖത്തേക്ക് നോക്കി. ദേവാ, നീ? ആ, ഞാൻ തന്നെ. നീ അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടേ അമൻ. എന്തിന്? അമൻ ഗൗരവത്തിൽ ദേവനോട് ചോദിച്ചു. വിടാൻ പറഞ്ഞാൽ വിട്, അത്ര തന്നെ. ദേവാ, നിന്റെ വൈഫ് വീട്ടിലുണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടെന്തിനാ നീ പുറത്ത് മറ്റൊരു പെണ്ണുമായി? ഛേ! അമൻ പറഞ്ഞത് കേട്ട് ഗൗരി ദേവനെ നോക്കി. എൻ്റെ ഈശ്വര, ഇങ്ങനെ വേറെ കെട്ടിയോ? ഗൗരിയുടെ നോട്ടം കണ്ടെന്നോണം ദേവൻ പറഞ്ഞു. അമൻ, ഇതാണ് എൻ്റെ ഭാര്യ ഗൗരി. ഒരു ഞെട്ടലോടെ അവൻ അത് കേട്ടു. പതിയെ അവളുടെ കയ്യിലെ പിടി അയഞ്ഞു. പക്ഷേ ആ സെക്കൻഡിൽ തന്നെ വീണ്ടും ഗൗരിയുടെ കയ്യിൽ അവൻ്റെ പിടി മുറുക്കി. നീ പറയുന്നത് സത്യമാണോ നുണയാണോ എന്നൊന്നും എനിക്കറിയണ്ട.
ആർക്കും വേണ്ടാതെ എല്ലാവരെയും ഉപേക്ഷിച്ചു പോയ ഗൗരിയെ ഇത്രയും കാലം കാത്തത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇവളെ ഞാൻ നോക്കും. ഗൗരി ഒരു ഞെട്ടലിൽ അമനെ നോക്കി. ദേവൻ പുരികം ചൊളിച്ചുകൊണ്ട് അമനെ നോക്കി. നീ എന്തൊക്കെയാ പറയുന്നത്? സത്യം, നിനക്ക് വേണ്ടാതെ നീ തെരുവിൽ ഉപേക്ഷിച്ചു പോയതാണ് ഇവളെ. അതുകൊണ്ട് ഇവളെ ഞാൻ കൊണ്ടുപോകും. ആ റെസ്റ്റോറൻറ്റിലെ ആളുകൾ മുഴുവൻ ഒരു ത്രില്ലർ സിനിമ കാണുന്നത് പോലെ നോക്കിയിരുന്നു. ഗൗരി അവൻ്റെ കയ്യിൽ നിന്നും കൈവിടിയിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. അവൻ്റെ പിടി മുറുകുകയല്ലാതെ അയഞ്ഞില്ല. വിടമൻ, ഗൗരി അവനോട് പറഞ്ഞു. എന്ത് വിടാൻ? നിനക്ക് താങ്ങ് തന്നു കൊണ്ടു നടന്ന ഞാൻ വേണോ, അതോ തോന്നുമ്പോൾ നിന്നെ ഒഴിവാക്കുന്ന ഇവൻ വേണോ? അമൻ ചോദിച്ചു. അടുത്ത സെക്കൻഡിൽ അമൻ്റെ കരണം പുകച്ച ഒരു അടിയായിരുന്നു. ഗൗരിയുടെ കൈകൾ പതിയെ അവൻ അയച്ചു. ഗൗരി ദേവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ദേവനൊരു ചിരിയോടെ അമനെ നോക്കി. താങ്ക്സ്, ദേവൻ പറഞ്ഞു. ഓഹ്, താങ്ക്സ് ഒന്നും വേണ്ട. എൻ്റെ പൊന്നോ, നിന്റെ ഭാര്യയുടെ കൈ വല്ല ഇരുമ്പുമാണോ? എന്തൊരു വേദനയാണ്. അമൻ മുഖം തടവി പറഞ്ഞു. എനിവേ, താങ്ക്സ് അമൻ, നീ എൻ്റെ ലൈഫ് തിരിച്ചു തന്നതിന്. ഇവൾ നിന്റെ കൂടെ ഉണ്ടെന്നറിഞ്ഞപ്പോഴാണ് സത്യത്തിൽ സമാധാനമായത്. ഞാനെങ്ങാനും കണ്ടുപിടിച്ചെന്ന് ഇവൾ അറിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് കരുതിയാ നമ്മൾ ഇത്രയും ഡ്രാമ കളിച്ചത്, അല്ലേ അമൻ? അമൻ ചിരിയോടെ ഗൗരിയെ നോക്കി. നോക്ക് പെങ്ങളെ, ഇവൻ്റെ ഭാര്യയാണെന്ന് അറിയാതെ ഇയാളെ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ഇവൻ്റെ വൈഫാണെന്ന് അറിഞ്ഞതും ആ നിമിഷം മുതൽ താൻ എനിക്ക് പെങ്ങളാണ്. പോരാത്തതിന് ഇത് ഞങ്ങളുടെ നാടകമാണ്. ഇവനെൻ്റെ ഫ്രണ്ടാണെന്ന് അറിഞ്ഞാൽ ചിലപ്പോൾ ഗൗരി അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമെന്ന് ഇവൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്.